Hi all, welcome to my YouTube channel. So today I am back with a cooking video. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പരീക്ഷണമാണ്. റാഗി ദോശ ആൻഡ് മട്ടർ മലായ് പനീർ. വെരി ക്രീമി, നോ ഓയിൽ. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഉപയോഗിക്കുന്നു എന്നുള്ളത് മാറ്റി വെച്ചാൽ സൂപ്പർ ഹെൽത്തി, വെരി ഈസി. അതാണ് ഹൈലൈറ്റ്. മട്ടർ മലായ് പനീർ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 സവോള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ ആൻഡ് സോക്ഡ് കാഷ്യൂനട്ട്. പിന്നെ നിങ്ങൾ കാണുന്ന ആ കുട്ടിക്കൈ ഈസ് മൈ 3-year-old ഡോട്ടർ. സോ ഷീ ഈസ് മൈ കുക്കിംഗ് പാർട്ട്ണർ ടുഡേ. പിന്നെ തീരെ സമയമില്ലാത്ത സമയത്ത് അല്ലെങ്കിലും അവളെന്നെ ഭയങ്കര ഹെൽപ്പാണ്. പെരിഞ്ജീരകമൊക്കെ ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. സോക്ഡ് കാഷ്യൂനട്ട് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കുക. ഈ മിക്സ്ചർ അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കുന്നതിനൊന്നും മടി വിചാരിക്കണ്ട. കുറച്ച് നേരം ആ റോ ടേസ്റ്റ് മാറുന്നിടം വരെ നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അല്ലെങ്കിൽ കറി ഫ്ലോപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊക്കെ വഴറ്റി കൊടുക്കുക. ഇടയ്ക്ക് അടച്ച് വെച്ചിട്ട് പിന്നെയും വഴറ്റുക. പിന്നെ ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ്. എന്നിട്ട് അതിനെ നന്നായിട്ട് തിളപ്പിക്കുന്നു. ഞാനൊരു ഭയങ്കര കുക്കൊന്നൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും ഈ റെസിപ്പി ഞാൻ കാണുന്നത് വിജയ് മാധവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഞാനിത് കണ്ടത്. അങ്ങനെയാണ് ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. പരീക്ഷണമാണെങ്കിലും നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് ഈ റോ ടേസ്റ്റൊക്കെ മാറിക്കഴിയുമ്പോൾ പനീറും ഫ്രോസൺ പീസും കൂടി ഇടുക. പിന്നെ കുറച്ച് ഗരം മസാല ഇടുക. നന്നായിട്ട് വഴറ്റുക. അതിനകത്ത് നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൽ. ഒന്ന്, അവർ ഹെൽത്തി വേർഷൻ ആയിരുന്നതുകൊണ്ട് ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടില്ല, കസ്കസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ ഫ്രഷ് ക്രീം ഉപയോഗിക്കുമ്പോൾ കറി കുറച്ചുകൂടെ കുറുകുമല്ലോ. ഇച്ചിരി വെള്ളം കൂടിപ്പോയാലൊക്കെ ഫ്രഷ് ക്രീം ഉപയോഗിച്ചാൽ പല കറികളും നമുക്ക് കുറുക്കിയെടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഫ്രഷ് ക്രീം ഇടണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസ്തൂരി മേത്തി. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മട്ടർ മലായ് പനീർ ഇസ് റെഡി. ശരിക്കും പനീർ ബട്ടർ മസാലയിൽ നിന്നും ഇത് കുറച്ചുകൂടെ വളരെ ഈസിയറായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ വീട്ടിൽ എൻ്റെ മോന് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ പനീർ ഒരു സ്ഥിരം ഡിഷാണ്. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ എന്താണെങ്കിലും ഉണ്ടാവും. സോ ഫൈനലി അവർ ക്രീമി മട്ടർ മലായ് പനീർ ഇസ് റെഡി. ഇനി കുറച്ച് റാഗി ദോശ എടുക്കുക, മട്ടർ മലായ് പനീർ ഒഴിക്കുക, നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുക. So I hope you like this video. If you like this video, please don't forget to subscribe to my channel. Thank you and bye bye.